ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീടിന്റെ ഫ്രണ്ടിലാണ്. അതായത് നമ്മുടെ കേശു വൃന്ദാവനത്തിന്റെ നമ്മുടെ കേശുക്കുട്ടന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ നമ്മൾ അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ വിളിച്ചിരുന്നു. അങ്ങനെ അവിടെ പോവുകയാണ്. അപ്പൊ ആദ്യക്കുട്ടനെ വളരെ സന്തോഷമാണ്, കാരണം ചേട്ടൻ്റെ കൂടെ കളിക്കാലോ എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. നമ്മൾ ചെന്നപ്പോഴേ കേശുക്കുട്ടൻ നമ്മളെ നോക്കി വെൽക്കം ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു യൂട്യൂബറും കൂടെയാണ്. ഒരു കുട്ടി യൂട്യൂബറാണ്. അങ്ങനെ നമ്മൾ എന്തായാലും അകത്തേക്ക് കയറാന്ന് വിചാരിച്ചു. അകത്ത് ചെന്നപ്പോഴത്തേക്ക് ചേച്ചി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബാക്കി ഇവിടുന്ന് ചേച്ചിയുടെ നാത്തൂന്റെ മക്കളും ഒക്കെ എല്ലാവരും ഉണ്ട്. ഓരോരുത്തരുടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേശുക്കുട്ടൻ വന്ന ഉടനെ ആദ്യനെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ആദ്യക്ക് ബലൂണൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷെ ആദ്യം ഭയങ്കര സ്റ്റൈൽ അവിടെ തന്നെ നിന്നു, മൈൻഡ് ചെയ്യാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു. മുകളിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പൊ നമുക്ക് മുകളിലോട്ട് തന്നെ പോകാം. അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നോക്കാം. മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഫുള്ള് ബലൂൺ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കേശുവിന്റെ ചെറിയൊരു ഫ്ലക്സ് ഒക്കെ അടിച്ച് ബർത്ത്ഡേ ബോയുടെ രീതിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി ഫുഡൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട്. ബാക്കി സെറ്റൊക്കെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചേട്ടൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വരാണ്. ചേച്ചിയാണെങ്കിൽ നല്ല സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. എല്ലാം ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. കേശുവിനാണെങ്കിൽ ബർത്ത്ഡേ കേക്കിന്റെ കാര്യം എല്ലാവരുടെയും ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് അവൻ എന്തൊക്കെയാണെന്ന് അറിയണം. അത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ കേക്ക് നമുക്ക് ആദ്യമേ ചേട്ടൻ പൊട്ടിക്കുകയാണ്. അപ്പോൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കേക്ക് എന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള കേക്കായിരുന്നു. കേശു എന്നൊക്കെ എഴുതി. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഈ ബാൻഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ബാൻഡിന്റെ പിക്ചറൊക്കെ ഉള്ള ഒരു അടിപൊളി കേക്ക് തന്നെയായിരുന്നു. അപ്പോഴത്തേക്കും അവരത് കട്ട് ചെയ്യാനുള്ള ഇതിലാണ്. കേശു ആദ്യയുടെ കളിക്കാനായിട്ട് അവിടെ ഇത് പെരുന്നാണ് പാർട്ടി ബോംബൊക്കെ പൊട്ടിക്കാനായിട്ടുള്ള രീതിയിൽ കേശു നിൽക്കുകയാണ്. കേശുവിന് കട്ടൊന്നും ചെയ്യേണ്ട, കേശുവിന് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് അടിച്ച് പൊളിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ചേട്ടൻ വന്ന് എടുത്തോണ്ട് പോയി ആ കേശുവിനെ കട്ട് ചെയ്യാനായിട്ട്. അവൻ ഇത് ആർക്കും കൊടുക്കുന്നില്ല, അവൻ അതിൻ്റെ ഭാഷയിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ അത് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് കേശുവിനെ പിടിച്ച് അവിടെ നിർത്തി. അങ്ങനെ അവരെല്ലാം കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ചേട്ടനും കേശുവൊക്കെ മാച്ചിന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് കേക്കൊക്കെ മുറിക്കാനായിട്ട് സെറ്റാണ്. നല്ല ലൈറ്റും എല്ലാം കൊണ്ടും ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളി അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ കേശു എല്ലാത്തിനും റെഡിയാകാൻ വേണ്ടി ബർത്ത്ഡേ ബോയുടെ ആ ഒരു ഇതൊക്കെ ഇട്ട് ടേബിളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇനിയും ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയാണ്. അതെല്ലാരും ഉണ്ട്. നമ്മളെ കയ്യിലും വലിയമ്മ ബാൻഡാണ്, ബാൻഡില്ലടാ ആ ബാൻഡ് സെറ്റാണ് വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അതാണെങ്കിൽ ഇനിയിപ്പം അത് പൊട്ടിക്കുമ്പോ എന്താവുമെന്നൊന്നും അറിയാൻ വയ്യ. അവന് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പം അതിൽ എൻ്റെ അകത്ത് എന്താണെന്ന് അവനെ അറിഞ്ഞൂടാ. ഗിഫ്റ്റ് കൊടുക്കുമ്പോഴായിരിക്കും അവൻ വളരെയധികം സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നതെന്ന് അറിയാം. അങ്ങനെ ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യക്കൂട്ടനും കൂടെ കേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യക്കൂട്ടൻ കേക്ക് കൊടുത്തപ്പോൾ കേക്ക് ഓടിച്ചെന്ന് ആദ്യക്കൂട്ടന്റെ കയ്യിൽ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യക്കൂട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം. കേശു കഴിച്ചു തന്നെ അനിയന് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആദ്യക്കൂട്ടം ഇതൊക്കെ കണ്ട അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ആദ്യക്ക് ഒന്ന് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് പോയിട്ട് വേണം ആദ്യം കടിച്ച് പൊളിക്കാൻ. ആ രീതിയിലാണ് ആദ്യം നിൽക്കുന്നത്. അങ്ങനെ കേശു തന്നെ ആദ്യക്കും വായിലൊക്കെ വെച്ച് കൊടുത്ത് കേക്ക്. അത് കണ്ടപ്പോൾ ആദ്യത്തെ സമാധാനം. ആദ്യം പതുക്കെ വരെയാണ്. കേക്ക് കൊടുപ്പ് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഗിഫ്റ്റ് കൊടുപ്പതായിരുന്നു. ക്യാഷ് ചെയ്ത് ആ ഗിഫ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ട് വലിയമ്മ ഓർത്ത് ഗിഫ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രസ്സൊക്കെ കൊടുത്ത് ആദ്യക്കുട്ടനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു. നമ്മൾ ഡ്രസ്സാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ആദ്യക്കുട്ടനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഇതിലായിരുന്നു. ബൊഫേ ആയിരുന്നു അവിടെ. എല്ലാവർക്കും ഉള്ള ഫുഡുണ്ട്, മീൻ ഉൾപ്പെടെ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവർ രണ്ടുപേരും കളിക്കാനായിട്ട് ഇറങ്ങി. കുട്ടികളെ അറിയാലോ, അവർക്ക് കളിക്കാൻ ഇഷ്ടം. അവരെന്താണ് ആ പുതിയ എല്ലാ കളിപ്പാട്ടമൊക്കെ എടുത്തിട്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കേശുക്കുട്ടൻ്റെ ബർത്ത്ഡേ നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്.